KSRTCയിലെ ബ്രത്ത് അനലൈസർ പരിശോധനകളെ എതിർക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ബ്രത്ത് അനലൈസറിൽ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയാൽ വൈദ്യപരിശോധന നടത്തണമെന്ന സംഘടനകളുടെ ആവശ്യത്തെ മന്ത്രി സ്വാഗതം ചെയ്തു. മെഡിക്കൽ പരിശോധന നടത്തി പിന്നെ കോടതി പോയിട്ട് ഇറങ്ങാനൊക്കൂ. കാരണം വെച്ചാൽ മെഡിക്കൽ പരിശോധന നടത്തി മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള കേസിലാണ് പോകുന്നതെങ്കിൽ പിന്നെ കോടതി പോയില്ല ഇറങ്ങാനൊക്കൂ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിടുമില്ല, കോടതി പോയി ഫൈൻ അടച്ചിട്ട് പോകേണ്ടി വരും. നടത്താൻ സർക്കാരില്ലോ ഞാൻ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓടരുത്. വെറുതെ എന്തിനാ കുത്തി വയ്ക്കുന്ന വിചാരിച്ചു ഇതങ്ങ് തീർന്നല്ലോ, ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു കയറാം. ജോലിയിലാണ് ചെയ്തതെങ്കിൽ 3 മാസം കൊണ്ട് ചെയ്ത് അതൊരു ഒരു കാര്യം അറിയണം. അത് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഞാൻ ചെയ്തത് KSRTC യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മാത്രമല്ല, റോഡിൽ നടന്നു പോകുന്ന 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അവരെ മാത്രമല്ല, അവർ പരാതി സ്വീകരിച്ചിരിക്കുന്നു. അവരെ മാത്രമല്ല, സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ ക്ലറിക്കൽ സ്റ്റാഫിനെ അടക്കം ഈ മെഷീൻ വരുന്നതോടുകൂടി എല്ലാ സ്ഥലത്തും രാവിലെ ഇത് മണപ്പിച്ചിട്ടേ കയറ്റാം. AV ജയശങ്കർ വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, സംഘടനകൾ ഉയർത്തിയ വിമർശനത്തിന് മന്ത്രി മറുപടി നൽകുന്നു. പരിഷ്കരണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു മന്ത്രി. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മാത്രമല്ല, ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ സർക്കാരിൻ്റെ നയം, പുതിയ തീരുമാനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഗതാഗത മന്ത്രി. എന്താണ് അദ്ദേഹം പറയുന്നത് ജയശങ്കർ? അതായത് ഈ ബർത്ത് അനലൈസർ പരിശോധനയുമായി KSRTC കർശനമായി മുന്നോട്ട് പോകുമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. തൊഴിലാളി സംഘടനകളുടെ അടക്കം എതിർപ്പിനെ മന്ത്രി തള്ളുകയാണ്. കാരണം ഈ പരിശോധന തുടങ്ങിയതിനു ശേഷം KSRTCയിൽ വലിയ തോതിൽ അപകടങ്ങളും മറ്റും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകളുമായി മുമ്പോട്ട് പോകും. ഈ കൂടുതൽ ഡിപ്പോകൾക്ക് മിഷനുകൾ നൽകും. ഈ മിഷനുകൾ എത്തിയതിനു ശേഷം KSRTCയിലെ മുഴുവൻ ക്ലറിക്കൽ സ്റ്റാഫിനെയും പരിശോധനയുടെ ഭാഗമാക്കും. കഴിഞ്ഞ ദിവസം BMS ഉൾപ്പെടെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന് അനുകൂലമായൊരു തീരുമാനമാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പറയുന്ന മറ്റൊരു വിഷയം, ഈ KSRTCയിലെ തൊഴിലാളി സംഘടനകൾ ഈ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ മെഡിക്കൽ എടുക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനെ മന്ത്രി സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മെഡിക്കൽ എടുത്താൽ പിന്നീട് ഫൈനും മറ്റും അടയ്ക്കേണ്ടത് കോടതിയിലായിരിക്കും. ഇതിൻ്റെ നിയമ നടപടികൾ ജീവനക്കാർ നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്തായാലും പരിഷ്കാരങ്ങളുമായി മന്ത്രി മുന്നോട്ട് പോവുകയാണ്. ഈ തൊഴിലാളികളുടെ ശമ്പളം ഒറ്റ ഗഡുവായി നൽകാനുള്ള പദ്ധതി 2 മാസം കൊണ്ട് നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകും. താൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊന്നും തനിക്കൊരു വെല്ലുവിളിയായി തോന്നുന്നില്ലെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധന ആരംഭിച്ച ശേഷം വലിയ തോതിൽ അപകടവും മരണവും KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകളുമായി വിപുലമായി മുന്നോട്ട് പോകാനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ഈ പരിശോധനയുടെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ KSRTCയിൽ നടക്കുന്നുണ്ട്. പുതിയ മിഷനുകൾ എത്തുന്നതോടുകൂടി മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ മദ്യപിച്ചു വന്ന പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ജോലിയിൽ പ്രവേശിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്.